ഇപ്പോൾ എഴുത്തുകാരൻ കെ.പി. രാമനുണ്ണി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാമനുണ്ണി, മലയാളിയെ ആഴത്തിൽ സ്പർശിച്ച എഴുത്തുകാരനാണ്, സാഹിത്യകാരനായി വിടവാങ്ങിയിരിക്കുന്നത്. എങ്ങനെ ഓർക്കുന്നു? മലയാളത്തിന്റെ, കേരളത്തിന്റെ സുഹൃതമാണ് തിരോഭവിച്ചിരിക്കുന്നത്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് മഹാത്മജിയുടെ തിരോധാനത്തിന്റെ സമയത്ത് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ്. ആ വെളിച്ചം മറഞ്ഞു കഴിഞ്ഞു, ഇനി അന്ധകാരമാണ് നമുക്ക് ചുറ്റും അവശേഷിക്കുന്നത് എന്ന നെഹ്റുവിന്റെ വാക്കുകളുണ്ടല്ലോ. അതാണിപ്പോൾ മലയാളി അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കുന്നത്. വലിയൊരു വെളിച്ചമാണ് നമ്മുടെ ആകാശത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അന്ധകാരവും ശൂന്യതയുമാണ് നാം ഇപ്പോൾ മുന്നിൽ കാണുന്നത്. മലയാളത്തിന്റെ സുഹൃതമായിരുന്ന, മലയാളിയുടെ അഭിമാനമായിരുന്ന, എഴുത്തുകാരന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചിരുന്ന ആ സാന്നിധ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓരോ എഴുത്തുകാർക്കും മാത്രമല്ല, ഓരോ മലയാളിക്കും തങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കാരണവർ നഷ്ടപ്പെട്ട അനുഭവമാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിന്റെ മലയാള ഭാഷയുടെ സ്പന്ദനങ്ങളെ ഹൃദയത്തിന്റെ ഭാഷയിൽ അവതരിപ്പിച്ച എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. മലയാളത്തിലെ എഴുത്തുകാരിൽ നിത്യ യൗവനം എന്ന് വിശേഷിപ്പിക്കാവുന്നത് എം.ടിയുടെ എഴുത്തിന് മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ സമീപനത്തിന് മാത്രമായിരുന്നു. എല്ലാ തലമുറയിൽപ്പെട്ട എഴുത്തുകാരെയും അദ്ദേഹം പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. ഏറ്റവും പുതിയതായി എഴുതി വരുന്നവർക്ക് കൂടി എം.ടിയുടെ എഴുത്തിൽ നിന്ന്, എം.ടിയുടെ വീക്ഷണത്തിൽ നിന്ന് നവീനതകൾ കണ്ടെടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ആ സാന്നിധ്യമാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിൽ തുഞ്ചൻപറമ്പിൽ എം.ടിയോടൊപ്പം ചെലവഴിച്ച 21 വർഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായിരുന്നു. എന്നെ ഞാനാക്കി മാറ്റിയ സുവർണ വർഷങ്ങളായിരുന്നു അത്. സഹിക്കാൻ പറ്റുന്നതിൽ കൂടുതലുള്ള ഒരു വിഷമമാണ്, ദുഃഖമാണ് അദ്ദേഹത്തിന്റെ വിയോഗം എനിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിൽ ഒട്ടുമിക്ക എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും അവസ്ഥ ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. വിട്ടുപിരിഞ്ഞു പോയെങ്കിലും എം.ടി പലപ്പോഴും പറയും, എനിക്ക് എല്ലാവരും നന്നാവണമെന്നാണ് ആഗ്രഹം, എനിക്ക് എല്ലാവരും നന്നാവണമെന്നാണ് ആഗ്രഹം. ആ ആശീർവാദം കേരളത്തിനുണ്ടാകും, മലയാള ഭാഷയ്ക്കും ഉണ്ടാകും.